അല്ല കുടിക്കാൻ എന്താ വേണ്ടേ? അമ്പിളി 3 കോഫി എടുത്തോളൂ. ആ ശരി. പിന്നെ ഒരു മസാല ദോശ പാഴ്സൽ വേണേ. ഞങ്ങൾ പോകുമ്പോഴേക്കും റെഡിയാക്കിയാൽ മതി. ശരി ശരി. രഘുവേട്ടാ, അച്ഛന് വേണ്ടി ചെന്നിട്ട് വല്ലതും ഉണ്ടാക്കി കൊടുക്കാന്നാ വിചാരിച്ചത്. അത് വേണ്ട അമ്പിളി. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോ അമ്മാവൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോകുന്നതല്ലേ അതിന്റെ ഒരു ശരി. അതെ, അച്ഛനത് വലിയ സന്തോഷമായിരിക്കും. പിന്നെ രഘുവേട്ടാ, എന്തിനാ സിന്ധുവിനോട് മോളെ ടൗണിലെ നഴ്സറിയിലാ ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത്? അല്ല, അങ്ങനെയല്ലല്ലോ നമ്മൾ തീരുമാനിച്ചത്. തൽക്കാലം പഞ്ചരത്നം വിട്ട് എങ്ങോട്ടും പോകുന്നില്ലെന്നല്ലേ? അതെ, തീരുമാനിച്ചത് അങ്ങനെ തന്നെയാ. പിന്നെന്താ, നേരം വെളുക്കുമ്പോഴേക്കാ തീരുമാനമൊക്കെ മാറിയോ? ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്തത് രഘുവേട്ടന്റെ കുഴപ്പമെന്ന് ഞാനും അച്ഛനും എപ്പോഴും പറയാറുള്ളതല്ലേ? അമ്പിളി, നമ്മുടെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. സിന്ധു വർക്ക് ചെയ്യുന്ന നഴ്സറിയിൽ നമ്മൾ നമ്മുടെ മോളെ വിടുന്നില്ല. തൽക്കാലം അവളെ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞു. അമ്പിളി, ലച്ചമോളെ നമുക്ക് ഇന്ന് തന്നെ പഞ്ചരത്നത്തിന് അടുത്തുള്ള ഏതെങ്കിലും ഒരു നഴ്സറി ചേർക്കാം. അല്ല, അതെന്താ? സിന്ധു പറഞ്ഞ നഴ്സറി ദൂരെയാണോ? മോളെ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഒരാളുണ്ടാവുന്നത് നല്ലതല്ലേ രഘുവേട്ടാ? നമുക്കാരുടെയും പ്രത്യേക ശ്രദ്ധയൊന്നും വേണ്ട അമ്പിളി. നമ്മുടെ മോളെ നമ്മൾ നോക്കും. ഈ സിന്ധുവിന്റെ വീടിന് അടുത്ത് തന്നെ ആയിരിക്കും അവള് പറഞ്ഞ നഴ്സറി. മോളെ നോക്കാൻ സിന്ധു ഉണ്ടാവല്ലോ എന്ന് കരുതി മോളെ കൂട്ടിക്കൊണ്ടുവരാൻ ചിലപ്പോ കുറച്ച് വൈകിയാലും കുഴപ്പമില്ലെന്ന് നമ്മൾ വിചാരിക്കും. പിന്നെ സിന്ധു ഒപ്പം മോളെയും കൂട്ടി അവളുടെ വീട്ടിൽ പോകും. അത് നല്ലതല്ലേ രഘുവേട്ടാ? നമുക്ക് അവിടെ പോയി മോളെ കൂട്ടിക്കൊണ്ടുവരാലോ. എന്റെ അമ്പിളി, അത് വേണ്ട. നീ ഞാനും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോ മനസ്സലിയുന്നവരാ. അതൊരു പ്രാരാബ്ദമുള്ള കുടുംബമാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. അതുകൊണ്ട് ഞാനത് അവരെ സഹായിച്ചത്. പിന്നെ ഈ സിന്ധു അവളുടെ ഹസ്ബൻഡിനെ കുറിച്ച് പറയുന്നത് കേട്ടില്ലേ? എപ്പോഴെങ്കിലും വന്നാലായെന്ന്. അതിന്റെ അർത്ഥം എന്താ? അവൻ ആളത്ര ശരിയല്ലെന്ന്. അമ്പിളി, അവിടെ നീയും മോളും പോകുന്നോണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും എനിക്ക് പോകേണ്ടി വന്ന പിന്നെ ആളുകൾക്ക് അതിന്റെ പേരിൽ കഥ ഉണ്ടാക്കാൻ നല്ല എളുപ്പാ. എന്തിനാ വെറുതെ മറ്റുള്ളവരോടുള്ള സിമ്പതിക്ക് നമ്മൾ ബലിയാടാവുന്നേ? അത് രഘുവേട്ടൻ പറഞ്ഞത് ശരിയാ. നമ്മളെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് തന്നെ രഘുവേട്ട നല്ലത്. അല്ല, എന്ന് വെച്ചാൽ ആരെ സഹായിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ സഹായിക്കണം. പക്ഷെ ഒരു അകലത്ത് നിന്നുകൊണ്ട്. അവനവനെ മറന്നുകൊണ്ടുള്ള ഒരു സൗഹൃദവും എനിക്കിനി ഉണ്ടാവില്ല. മോള് കോഫി കുടിക്കാം. അമ്പിളി നിന്ന് തണുപ്പിച്ചു കൊടുത്തേ. പക്ഷെ രഘുവേട്ട ഒരു ഗ്ലാസ് കൂടെ വേണം. എക്സ്ട്രാ ഗ്ലാസ് വേണോ? നമുക്ക് കുടിക്കാമേ, ചൂടുണ്ട്. രഘുവേട്ട ഒരു ഗ്ലാസ്. ഇപ്പൊ പറയാവേ. ചേട്ടാ, ഒരു ഗ്ലാസ് വേണം. കൊണ്ടുതരാം. രഘുവേട്ടൻ കുടിച്ചോ. അമ്മ എന്തേ നോക്കുന്നേ? ഇന്നലത്തെ ചോറും കറിയല്ലേ ഇത്? ഇതൊക്കെ കളഞ്ഞ് പാത്രം കഴിയാൻ വേണ്ടി വെച്ചിരിക്കുക. ബാക്കിയുള്ള ചോറും കറിയും വെളിയിലിട്ട് കൊടുത്ത പട്ടികൾ കഴിച്ചോളൂ. വേണ്ട, നീ ആ പാത്രം എടുത്തേ. ഇതേ, ഇനി തെരുവ് പട്ടികൾക്കൊന്നും കൊടുക്കണ്ട. വീട്ടിലൊരു പട്ടിയെ വളർത്തുന്നുണ്ടല്ലോ. അമ്മ എന്തേ ചെയ്യാൻ പോകുന്നേ? അതെ, അയാളെ
രാവിലെ ഇതൊക്കെ അങ്ങ് കഴിച്ചാൽ മതി. തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ. വിശക്കുമ്പോ ചോദിക്കുമ്പോ അങ്ങ് എടുത്തു കൊടുത്താൽ മതി. ഇവിടെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. എല്ലാരും എവിടെ പോയി? ആ, ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ആ, ശേഖരൻ ഇവിടെ എത്തിയെന്ന് അറിഞ്ഞതുകൊണ്ടാ ഞാൻ ഓടി വന്നത്. എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി. ഭാനുമതി അമ്മയല്ലേ? ആ, അപ്പൊ ഓർമ്മയും ബുദ്ധിയൊന്നും പോയിട്ടില്ല. ഇല്ല, ഒന്നും മറക്കാത്തത് കൊണ്ടാ തിരിച്ചു വന്നത്. ഓ, എന്തായാലും വല്ലാത്തൊരു പോക്കായി പോയി. ഗൾഫിൽ പോയി കാശുണ്ടാക്കി തിരിച്ചു വരൂന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്താ ഉണ്ടായേ? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഭാനുവമ്മേ. ശേഖര, എല്ലാം പറ. ആ, നിന്റെ ഭാഗത്തെ തെറ്റും ശരിയും എല്ലാരും അറിയണമല്ലോ. എന്റെ തെറ്റെല്ലാവർക്കും അറിയാം. ആ കാലത്ത് ശരിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ തെറ്റ് ചെയ്യാതെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതാർക്കും കേൾക്കുകയും വേണ്ട. കേൾക്കാനല്ലേ ശേഖര ഞാൻ വന്നിരിക്കുന്നത്. നിനക്ക് എന്നോട് പറയാലോ.